ഹൈവേയുടെ ഡിസൈൻ, കരാർദാനം, സൂപ്പർവിഷൻ, നിർമ്മാണം, മെയിന്റനൻസ് എന്നിവയുടെ ഒരു ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനില്ല. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാർ എന്തിന് NH 66 നിർമ്മാണ പുരോഗതിയിൽ അഭിമാനിക്കണം, ഫ്ലക്സുകൾ വയ്ക്കണം? ഇത്രയും പറഞ്ഞത് നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങളാണെങ്കിലും ഈ ചോദ്യവും അതിന്റെ ഉത്തരവും അല്പം രാഷ്ട്രീയം കലർന്നതാണ്. കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഏറിയോ കുറഞ്ഞോ അതിന്റെ ഉത്തരം അറിയുകയും ചെയ്യാം. എങ്കിലും അത് ഒന്നുകൂടി പറയാം. കേരളത്തിലൂടെ കടന്നുപോകുന്ന NH 66 യാഥാർത്ഥ്യമാകുന്നതിൽ നിർമ്മാണത്തിന്റെ സാങ്കേതിക കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മുഴുവൻ ക്രെഡിറ്റും കേരള സർക്കാരിനുള്ളതാണ്. എന്തുകൊണ്ടാണത്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന UDF ഭരണത്തിൽ സ്ഥലം ഏറ്റെടുപ്പ് പോലും നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ NH ഉപേക്ഷിച്ചു പോയതാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണം. അങ്ങനെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ചുപോയ പദ്ധതി വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. പോരാത്തതിന് ഉമ്മൻചാണ്ടി കാലത്ത് കാര്യങ്ങൾ വൈകിയതുകൊണ്ട് 5000 കോടിയിലധികം രൂപ അങ്ങോട്ട് കൊടുത്താണ് LDF സർക്കാർ NHയെ തിരികെ കൊണ്ടുവരുന്നത്. മാത്രവുമല്ല, ഹൈവേ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർമ്മാണ വസ്തുക്കളിന്മേൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതികളും റോയൽറ്റിയും ഒക്കെ ഒഴിവാക്കുകയും ചെയ്തു കേരളം. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും ഇങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. NH 66 വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ 25% ചെലവ് പങ്കിടാൻ തയ്യാറായ ഏക സംസ്ഥാനം കേരളമാണെന്ന് യൂണിയൻ ഉപരിതല ഗതാഗത വകുപ്പ് പാർലമെന്റിൽ പറഞ്ഞു.